വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ പുനർനിർമ്മാണം നടത്താൻ തയ്യാറാകാത്ത കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിക്കും AC മൊയ്തീൻ MLAയ്ക്കുമെതിരെ യുവാക്കളുടെ വേറിട്ട പ്രതിഷേധം. തകർന്നു കിടക്കുന്ന റോഡിലൂടെ ഓഫ് റോഡ് ബൈക്ക് റേസ് നടത്തിയാണ് വെള്ളറക്കാട് വാസ്ക് VFA ക്ലബ് അംഗങ്ങൾ പ്രതിഷേധം നടത്തിയത്. കടങ്ങോട് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡ്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയെയും അക്കിക്കാവ് എരുമപ്പെട്ടി ബൈപ്പാസ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഈ റോഡ് 4 കിലോമീറ്ററിലധികം ദൂരമാണ് തകർന്ന് കുണ്ടും കുഴിയും നിറഞ്ഞ് യാത്രായോഗ്യമല്ലാതായി കിടക്കുന്നത്. മഴ പെയ്തതോടെ ചെളിക്കുണ്ടായി മാറിയ റോഡിലൂടെ കാൽനടയാത്രയ്ക്ക് പോലും കഴിയാത്ത സാഹചര്യമാണ്. റോഡിലെ വലിയ കുഴികളിൽ ചാടി മറിഞ്ഞു വീണ് ബൈക്ക് യാത്രക്കാർക്ക് പരിക്കുപറ്റുന്നതും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവായി മാറിയിരിക്കുകയാണ്. 10 വർഷം തുടർച്ചയായി ഭരിച്ച LDF പഞ്ചായത്ത് ഭരണസമിതിയും 15 വർഷം തുടർച്ചയായി കുന്നംകുളം മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുകയും 5 വർഷം മന്ത്രിയായിരിക്കുകയും ചെയ്ത AC മൊയ്തീൻ MLAയും റോഡിനെ അവഗണിച്ചുവെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ കടുത്ത പ്രതിഷേധമായിട്ട് വാസ്ക് VFA മുന്നിട്ടിറങ്ങുമെന്നുള്ള ഒരു താക്കീതാണ്. വളരെ ശക്തമായി തന്നെ ഈ റോഡിനെതിരെ ഇനിയുള്ള ദിവസങ്ങളിൽ അധികാരികൾ ഇതിൽ കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വാസ്ക് VFAയുടെ ഭാഗത്തു നിന്നാണെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇത് പല സമയം ഉദ്ഘാടനം നാട്ടുകാരെ എങ്ങനെ കളിയാക്കുക എന്നുള്ള രീതിയിലാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം യുവാക്കളുടെ ഒരു സമരമായിട്ടാണ് ഇതിനെല്ലാവരും. നമ്മളെ ഇത്തരം ചെറുപ്പക്കാരൊന്നും ഇങ്ങനെയുള്ള സമരങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നില്ല. പക്ഷേ ഇവിടെയുള്ള ഓരോ അവസ്ഥയിലും ഇപ്പോൾ ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവർ വേറെ വഴികളിലൂടെയാണ് പോകുന്നത്. ഒരു പ്രസവിച്ച ഒരാൾക്ക് ഒരു ഡെലിവറിക്ക് ഒരാളെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. 4.5 കോടി രൂപ റോഡിന്റെ പുനർനിർമ്മാണത്തിന് അനുവദിച്ചിട്ടുണ്ടെന്നറിയിച്ച് കഴിഞ്ഞ പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് 3 തവണ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി പഞ്ചായത്ത് ഭരണസമിതിയും MLAയും ജനങ്ങളെ കബളിപ്പിച്ചുവെന്നും പ്രദേശവാസികൾ പറയുന്നു. നിലവിലെ MLA AC മൊയ്തീൻ കഴിഞ്ഞ ഭരണസമിതി കാലഘട്ടത്തിൽ 3 തവണ നിർമ്മാണോദ്ഘാടനം നടത്തി 4.5 കോടി രൂപ ഫണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും അതിനു മുൻപും ആയിട്ട് 3 തവണകളായിട്ടാണ് ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും 1 വർഷക്കാലയളവായിട്ടും ഈ റോഡിന് യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഇന്നേ വരെ നടന്നിട്ടില്ല. 50ഓളം ബൈക്കുകൾ അണിനിരുന്ന ഓഫ് റോഡ് ബൈക്ക് റേസ് പ്രതിഷേധത്തിൽ 100-ലധികം യുവാക്കൾ പങ്കെടുത്തു. ക്ലബ്ബ് രക്ഷാധികാരി PU പ്രകാശൻ ബൈക്ക് റേസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. വിജയ്ക്ക് ട്രോഫിയും 4.5 കോടി രൂപയുടെ വാഗ്ദാനം ചെക്കും നൽകി. ക്ലബ്ബ് രക്ഷാധികാരി PK നൌഷാദ്, പ്രസിഡന്റ് CM നിഷാദ്, സെക്രട്ടറി CS അഹമ്മദ്, അഫീഫ്, ലിബിൻ K മോഹൻ, CH ഷംസീർ, CS ശ്രീരാഗ് എന്നിവർ നേതൃത്വം നൽകി.